ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച തൊട്ടുള്ള ഒരു റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം ഉച്ച തൊട്ടാണ് കേട്ടോ. കാരണം ഞാൻ തലേ ദിവസം വീട്ടിൽ പോയപ്പോഴത്തേനും കുറേ തുണി നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നനച്ച് ഞാൻ ഉണക്കി കൊണ്ടുവന്നു. പക്ഷേ എന്നാലും ചെറിയൊരു ഈർപ്പം ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ പോയിട്ട് രാത്രിയായി. അപ്പോൾ ഞാൻ വെച്ച് നാളെ എന്തായാലും ഉണക്കാടാന്ന് വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഉണക്കാടുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ കുറേ തുണി വേറെ നനയ്ക്കാനുണ്ട്. ഏട്ടൻ്റെ തുണിയുണ്ട്, എൻ്റെ തന്നെ കുറച്ച് തുണിയുണ്ട്, പിന്നെ കുഞ്ഞിൻ്റെ തുണിയുണ്ട് കുറച്ച്, അത്രയാണുള്ള. അപ്പോൾ കുറേ ദിവസം കൊണ്ട് വീട്ടിലൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ ഞാൻ ഇടയ്ക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു, തുണിക്കടയിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കൊക്കെ, അപ്പോൾ കുറേ തുണി നനയ്ക്കാനുണ്ട്. അങ്ങനെ അതിന് ശേഷമാണ് ഏട്ടൻ്റെ അപ്പച്ചി പിന്നെ അവിടെ പോയിരുന്നു. പിന്നെ അങ്ങനെ നനയ്ക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിനെ കുറച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് നനച്ച് കൊണ്ടുവന്ന് പിന്നെ കുറേയൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇട്ട് നനയ്ക്കാൻ കഴിയും. കാരണം കുറച്ച് തുണിയുള്ളൂ ബാക്കി. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോൾ തുണി നനയ്ക്കാൻ പോലെ എവിടെ പോയിരുന്നാലും എൻ്റെ മോൾ എൻ്റെ കൂടെ കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഏട്ടൻ്റെ ഒരു പാൻറ്റുണ്ട്, ജീൻസിൻ്റെ പാൻറ്റ്. അപ്പോൾ അത് വെള്ളത്തിൽ മുക്കി വയ്ക്കാമെന്ന് വെച്ചിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നൂലെട്ടുണ്ട്, ചേട്ടൻ്റെ കൊച്ചിൻ്റെ നൂലെട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ തുണിയും നനച്ചൊതുക്കിയില്ല. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കണം കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് വരുമ്പോൾ സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നാളെ മറ്റന്നാളെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ അങ്ങനെ അതിനുശേഷം കുറേ തുണി പിന്നെ മുക്കാനുണ്ട്. അപ്പോൾ ഞാനത് സോപ്പ് പൊടി കൊണ്ട് അതിൽ കിടന്ന വെള്ളം കമത്തി കളഞ്ഞിട്ട് സോപ്പ് പൊടി ഇടാനുണ്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോസ് കാണാൻ. വീഡിയോസ് ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോള് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പോരുന്നാൽ എൻ്റെ പുറകെ നടക്കും കേട്ടോ എന്ത് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെള്ളം പിടിച്ചു തരാൻ, പോയി അവിടെ ഇരുന്ന് കളിക്കാൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ആൾക്ക് വയ്യാതായിട്ട് മാറിയതേ ഉള്ളൂ കേട്ടോ. ഞാൻ കടയിൽ പോയ ടൈമിൽ അമ്മയുടെ കയ്യിലാണ് കൊടുത്തിട്ട് പോയത്. അപ്പം അമ്മ ജോലിക്ക് പോകും. അപ്പം അമ്മ ചിലപ്പോൾ കൊണ്ടുപോകും കേട്ടോ കൂടെ. അങ്ങനെയൊക്കെ അവൾക്ക് എന്താണെന്ന് പറ്റുന്നില്ല. കുറേ നാൾ വയ്യാതെ കുറേ ഐസ്ക്രീമൊക്കെ കുടിക്കും കേട്ടോ നല്ലപോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം വയ്യാതായത്. അങ്ങനെ ഇപ്പം അടുത്ത് പിന്നെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോകണ്ട എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുമല്ലോ, നമുക്ക് വീഡിയോ എടുക്കണം. അതുകൊണ്ട് പിന്നെ വെച്ചാൽ അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിൽ കളിച്ചിരിക്കും, മണ്ണും വരി കളിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവളെ കഴിഞ്ഞിട്ട് കുളിപ്പിച്ചിട്ട് കിടത്തി ഉറക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തുണിയുണ്ട് നനയ്ക്കാൻ. ഇപ്പോൾ അടുത്ത് ഞാൻ നനച്ചതാണ് കേട്ടോ വിരിച്ചിട്ടിരിക്കുന്നത്. അടുത്ത് ഞാൻ സ്റ്റെപ്പ് നനയ്ക്കാനിട്ടുണ്ട് തുണി. ഞാൻ 2 ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏഴൻ്റെ തുണി ഇവിടെ ഉണ്ട്. അപ്പോൾ ആൾ നനച്ചിട്ടില്ല. അപ്പോൾ അതും കൂടെ കൂട്ടിയുണ്ടോ കുറേ തുണിയൊന്നും നനയ്ക്കാൻ കിടക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നനച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതെല്ലാം വിരിച്ചിടേണ്ട. കൈയോടെ തന്നെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേനും എല്ലാം ഉണങ്ങി കിട്ടും. അപ്പോൾ തുണിയെല്ലാം വിരിച്ചിടട്ടെ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ വീട് മാറിയപ്പോഴത്തേനും ഒരു ബക്കറ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതിലാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് എനിക്ക് നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഫുള്ള് നട്ട് ഇറക്കി വെച്ചിട്ടോ. 2 ദിവസം കൊണ്ട് വെള്ളം ഒഴിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കാട് പോലും പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ പുല്ലൊക്കെ ഇനി പറിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ശംഖുപുഷ്പത്തിന് വെള്ളം ഒഴിക്കാൻ പോയപ്പോൾ ഉണ്ടാവുന്നുണ്ട് 2 കാന്താരി മുളക് പറിച്ച് അതിൻ്റെ ഇടയിൽ വെച്ച് കുത്തി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ചെയ്തെന്ന് പോലും എനിക്ക് അറിഞ്ഞുള്ളൂ കേട്ടോ. കുഞ്ഞിനെ കൊണ്ട് എനിക്ക് വയ്യ. അപ്പോൾ അത് കഴിഞ്ഞടുത്ത് കുറേ മുറ്റം തൂക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ചവറ് മൊത്തം ഒരു സൈഡിലോട്ടാണ് കേട്ടോ കൂടി കിടക്കണം. അതിൻ്റെ ഇടയിൽ മോളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പം എൻ്റെ അടുത്ത് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ കൂടെയാണ് ചവറ് കൂടി കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മരണ വീട്ടിൽ നിന്ന് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കുക മുറ്റമൊക്കെ തൂത്ത് ഇറക്കിയിട്ടുണ്ട്. അധികം ചവറില്ല, അല്ലെങ്കിൽ ഫുള്ള് റബ്ബറാണ് വീടിൻ്റെ ചുറ്റും. അപ്പോൾ
നല്ലപോലെ ചവറ് കയറും കേട്ടോ. അപ്പോൾ നല്ലപോലെ ചവറ് കയറും, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് അധികം ചവറില്ല, കാരണം എല്ലാവരും വശത്തോടെയാണ് കൂടി കിടക്കണം. അപ്പോഴത്തേനും പെട്ടെന്ന് തൂത്തുറക്കി എടുക്കാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ള് മുറ്റം അടിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചിട്ട് നമ്മളതിനെ ഫുള്ളും കൂട്ടി കത്തിക്കാമെന്ന് കരുതിയിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ ഇത് ഫുള്ളും പാർന്ന് അപ്പുറത്ത് ഇതിലോട്ട് പോകും. കുറേ ചവർ അപ്പുറത്തേനെ കടക്കും. ഈ ചവറെല്ലാം കൂട്ടി ഇടുമ്പോഴത്തേനും എല്ലാം കൂടെ അപ്പുറത്ത് പറന്ന് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഉള്ള ചവർ ഫുള്ളിയും തൂത്ത് കൂട്ടി അപ്പം തന്നെ കത്തിച്ച് കളയിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കാറ്റടിച്ച് പറന്ന് അപ്പുറത്ത് പോകും. അതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്ത് പോയി കിടക്കും കേട്ടോ. ഒന്ന് റബ്ബറും കൂടെ ആയതുകൊണ്ട് എല്ലാം കൂടെ കിടക്കുമ്പോഴത്തേനും മഴയൊക്കെ പെയ്ത് വരുമ്പോഴത്തേനും അത് കൊതുക് കുറച്ചുകൂടെ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ചവറെല്ലാം അപ്പം തന്നെ കത്തിച്ച് കളയട്ടോ. ഇത് പറഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂന്ന് പറഞ്ഞെങ്കിലും കുറേ ഉണ്ടായിരുന്നു കേട്ടോ തൂത്ത് വന്നപ്പോഴത്തേനും തന്നെ. അപ്പോൾ ചവറ് ഫുള്ളും കത്തിച്ച് അപ്പോഴപ്പോഴുള്ള ചവറ് അപ്പോഴപ്പോഴാണ് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പം ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഏട്ടൻ എപ്പോഴും വഴക്ക് പറയും ഇതിന് വേണ്ടിയിട്ട്. ചവറ് കാരണം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കത്തയില്ല, എല്ലാം കൂടെ കൂടി കിടക്കണമുണ്ട്, അത് അങ്ങനത്തെ ഒരിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ അകമൊക്കെ ഒന്ന് തൂത്ത് വാരിയിടാമെന്ന് കരുതിയിട്ട്. കാരണം ഇന്ന് കുറേ പണിയുള്ളത് കൊണ്ട് തന്നെ വീടിൻ്റെ അകം രാവിലെ ഒരിക്കൽ തൂത്ത് തന്നെ, പിന്നെ അതിന് ശേഷം നമ്മൾ ചോറ് കഴിച്ചതും മോളെല്ലാം കൂടെ വാരി വലിച്ചിട്ടുണ്ട് ഇത്ര ചവറ്. അപ്പോൾ അത് ഫുള്ള് തൂത്ത് ക്ലീനാക്കാമെന്ന് കരുതി. അപ്പോൾ തൂത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടടുത്ത് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ട് കഞ്ഞി വെക്കാണ്ട് വൈകുന്നേരമാണ് വെക്കണത്. അത് ഞാൻ രാവിലെ വടിച്ച് നമ്മളെടുക്കും, പിന്നെ വൈകുന്നേരം കഞ്ഞി വെച്ചാൽ മതിയല്ലോ. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പോഴത്തേനും അത് മതി. ഏട്ടന് രാവിലെ കൊണ്ടുപോകാനും പറ്റും, എനിക്കുള്ളതും കഴിക്കാൻ വെച്ച് ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരം വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കഴുകേണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഉണ്ട് കഞ്ഞിക്കിട്ടത്. പിന്നെ തൂത്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ റൊട്ടീൻ എന്ന് പറയണതൊക്കെ. ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. ഇനി ഞാൻ കുളിക്കും, ചോറ് കഴിക്കും, കിടന്നുറങ്ങും, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. എപ്പോഴും പറയുമ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസ് മുന്നോട്ട് ഇടാൻ പറ്റുള്ളൂ.
അപ്പോൾ എൻ്റെ ഫേസ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. എപ്പോഴും വീഡിയോ എടുത്താൽ എൻ്റെ ഫേസ് ഇങ്ങനെ ഇട്ടിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കളറില്ല, പക്ഷേ എന്നിരുന്നാലും ഇത്രയൊന്നുമില്ല. ഞാൻ തന്നെ അതിശയിച്ചു വന്ന് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണേന്ന് അറിയില്ല. ചിലപ്പോൾ ഈ വീടിൻ്റെ പ്രശ്നമായിരിക്കും, വെട്ടമില്ലായ്മയുടെ പ്രശ്നമായിരിക്കും. അപ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അതൊക്കെ ക്ഷമിച്ചെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്.